ഇതാണ് ബഹ്റൈനിലെ ചൂട്. രാത്രി 1 മണിക്ക് വിയർത്ത് കുളിച്ച് എന്താ ഇവിടെ ഒരു സ്ത്രീ രാത്രിയിലിരിപ്പുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കാന്ന്. നമ്മളെ നാട്ടിൽ എത്ര പേർക്ക് ഈ ഒരു സമയത്ത് ഈ രീതിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും? സമയം ഇപ്പം 1:30 കഴിഞ്ഞ്. ആണിനായാലും പെണ്ണിനായാലും നമ്മൾ നിൽക്കുന്ന രാജ്യം ഇങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മലയാളികളുടെ ഷോപ്പാണ്. ഷവർമ, ജ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും. ബഹ്റൈനികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണത്. അതാണ് രാത്രി നമ്മൾ കാണിക്കുന്നത് നിങ്ങളെ. അങ്ങനെ നമ്മൾ മെയിനായിട്ടുള്ള ഹൈവേ അടുത്തെത്താറായി. ഇന്ന് ഒടുക്കത്തെ ചൂടടിക്കുന്നത്, അത്യാവശ്യം നല്ല ചൂടടിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോൾഡ് സ്റ്റോർ ഓപ്പൺ ആണ്, 24 hours ആണെന്ന് തോന്നുന്നു. 2 ഹൈപ്പർ മാർക്കറ്റുകളും അടുത്താണ് വരുന്നത്. ഈ ഏരിയയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജ്വല്ലറി. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് നാട്ടിലോട്ടുള്ളവർക്കാണ്. ബഹ്റൈനിലുള്ളവർ അല്ലെങ്കിൽ GCC കൺട്രിയിലെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും ഏരിയകളും നാട്ടിലുള്ളവരാണ് മെയിനായിട്ട് കാണേണ്ടതും. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് വന്ന് എല്ലായിടത്തും കാർ പാർക്കിംഗ്, കാർ 2 സൈഡിലും പാർക്ക് ചെയ്തിട്ടേക്കാണ്. അങ്ങനെയൊന്നും ആരും ഇല്ല. ഇവിടെ ചെറിയൊരു ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലം, പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി നല്ല കണക്ക് രീതിയിൽ സെറ്റ് ചെയ്ത് എല്ലാം കിട്ടും. നല്ല തണുപ്പ് സമയമാകുന്ന നേരത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേര് പുറത്തിറങ്ങിയിട്ടില്ല, എല്ലാവരും റൂമിനകത്ത് തന്നെ. ഇന്നത്തെ ചൂട് ഇവിടെ 44 ഡിഗ്രിയോളം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ചൂട് കുഴപ്പമില്ല, പക്ഷെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. നമ്മൾ നല്ല വിയർത്ത് ശരീരമൊക്കെ ഫുള്ള് നനഞ്ഞ്, ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ പോവാം. ഇവിടെ എല്ലാം ബഹ്റൈനികളാണ് കൂടുതലുള്ളത്. പഴയ ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത്. ബഹ്റൈനികളാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ട് താമസിക്കുന്നത്. പഴയ ഏരിയയാണിത്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ഇവർ പൊതുവെ നമ്മളോടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സോഷ്യലായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്ക്, ബഹ്റൈനികൾക്ക് ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജും നല്ല കണക്ക് അറിയാവുന്നുണ്ട്. പൂച്ചേ ഓട്രാ, ഹിന്ദി ലാംഗ്വേജ് നല്ല കണക്ക് അറിയാവുന്ന ടീമുകളാണ്. അത്യാവശ്യം എഡ്യൂക്കേഷനായിട്ടുള്ള പീപ്പിൾസാണ് ബഹ്റൈനിലുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ മലയാളികളുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല. എന്തോ അധികം ആരും, ഞാനും ദുബായിലുണ്ടായിരുന്ന സമയത്ത് പോലും ബഹ്റൈനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു ബഹ്റൈനിൽ എന്തൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നും യൂട്യൂബിലോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വ്ളോഗ് ചെയ്യണമെന്നും ഈ ഒരു രാജ്യത്തിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു അറിയാം. എല്ലാവർക്കും അറിയാം ബഹ്റൈൻ എന്നൊരു രാജ്യമുണ്ടെന്നും. മെയിനായിട്ട് അറിയാവുന്നത് എന്താ പറയുക, ജോലിക്ക് വേണ്ടി വരുന്നവരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തപ്പി നോക്കുന്നത്, യൂട്യൂബിൽ നോക്കുന്നത്. ഇവിടെ ബഹ്റൈനിൽ എങ്ങനെ വരാം, അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, വർക്ക് വിസയിൽ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്. ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തിനെക്കുറിച്ച് കൂടുതൽ എല്ലാവരും അന്വേഷിക്കുന്നത്. അല്ലാതെ എല്ലാവരും കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് ദുബായും ഖത്തറും സൗദി അറേബ്യയും, പിന്നെ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നുണ്ട് ഒമാനും. ഈ 3-4 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതും ഈ രാജ്യത്തൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ മലയാളികൾ ഇല്ല എന്നല്ല, മലയാളികൾ ഒരുപാടുണ്ട്. എന്നാൽ എൻ്റെ നാട്ടുകാരായാലും ഇവിടെ ഒരുപാട് കുറവാണ്. വീടിനടുത്തുള്ള ആൾക്കാരായാലും വളരെ കുറവാണ്. എൻ്റെ ഫ്രണ്ട്സായാലും
എല്ലാവരും കുവൈറ്റിലും ഖത്തറിലും ദുബായിലുമാണ്, സൗദിയിലുമാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബഹ്റൈനുകളുടെ ഏരിയ തന്നെയാണ്. അതായത് ബഹ്റൈനിൽ കൂടുതലുള്ളത് ഷിയാക്കളാണ്, ഷിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് അവരുടെ ഒരു പള്ളിയാണ്. മുഹറം മാസം മെയിനായിട്ടുള്ളൊരു അവർക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗല്ലികളാണ്, ഫുള്ള് ഇവരുടെ ഏരിയ തന്നെയാണ്. നടന്ന് ഏത് ഭാഗത്ത് എത്തിയെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഒരു റോഡിൻ്റെ സൈഡ് എത്താതിരിക്കത്തില്ല, എന്തായാലും നടക്കാം. അപ്പോൾ ഇത്ര ഏരിയ കൂടെ വന്നിട്ടും ഇവിടെ ഒന്നും ആൾ വനക്കമില്ല. അത് ഈ ഒരു രാത്രിയിൽ നമുക്ക് ഏത് രാത്രിയും ഏത് സമയത്തും ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി നടക്കാം. അതിന് ആണിനായാലും പെണ്ണിനായാലും. ഒരുത്തനും ഒന്നും ചോദിക്കാനും വരത്തില്ല, ഒന്നുമില്ല, സേഫാണ്, യാതൊരുവിധ കുഴപ്പമില്ല. നമ്മളെ നാട്ടിൽ എത്ര പേർക്ക് ഈ ഒരു സമയത്ത് ഈ രീതിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും? നാട്ടിൽ പിന്നെ ഗോസ്റ്റുണ്ട്, അങ്ങനെയുള്ളൊരു പേടി പണ്ടേ മനസ്സിലൊക്കെ ഉള്ളതുകൊണ്ട് ചിലരെങ്കിലും ആ ഒരു സമയത്ത് ഇറങ്ങാൻ നിൽക്കത്തില്ല. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞെത്തിയിട്ടുണ്ട്. ഇവിടെ 2 വണ്ടികൾ പോകുന്നുണ്ട്. ഇനി എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം. ഇനി ഇപ്പോൾ ഏകദേശം സ്ഥലം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നേരം ഞാൻ കറങ്ങി കാണിച്ചത് ഞാനിവിടെ വന്നിട്ടും ഇപ്പം ഞാൻ പോയ ഏരിയയിലോട്ടൊന്നും ഞാൻ അങ്ങനെ പകലായിട്ട് ഞാൻ നടന്നിട്ടില്ല. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഈ നോർമൽ അറിയാവുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. റൂമിന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനുള്ളിലുള്ള ഏരിയയാണ്. ഇത് പുതിയതായിട്ട് ഇവിടെ വെച്ച പാർക്കിംഗ് സ്പേസാണ്. ഇതിൻ്റെ ഒരു 3-4 ഫ്ലോറായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. ഒരുപാട് വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. ഏകദേശം നമ്മൾ നടന്ന് മെയിൻ റോഡിന് അടുത്തെത്തിയിട്ടുണ്ട്. ഹൈവേയോട് ചേർന്നുള്ളൊരു റോഡാണ്. ഇവിടെ ഒരു സ്ത്രീ രാത്രിയിലിരിപ്പുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒരു ഇത്തിരി പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും മുന്നോട്ട് പോകാം. അവരൊറ്റയ്ക്കാണ് അവിടെ വന്നിരിക്കുന്നത്. സമയം ഇപ്പം 1:30 കഴിഞ്ഞ്. ഇപ്പം നടന്ന് നമ്മൾ മെയിൻ ഒരു സിഗ്നലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ബഹ്റൈനിലുള്ളവർക്ക്, അതായത് ഈ ഏരിയയിൽ, അതായത് മുഹറക്ക് എന്ന ഏരിയയാണിത്. മുഹറക്ക് ഏരിയയിലുള്ളവർക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലായി കാണും, സ്ഥലങ്ങൾ മനസ്സിലായി കാണും. നാട്ടിലുള്ളവർക്ക് എന്തായാലും മനസ്സിലാവാൻ സാധ്യതയില്ല. നമ്മൾ നിൽക്കുന്ന രാജ്യം ഇങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പകൽ കാണുന്ന പോലെയല്ല നമ്മൾ ഈ രാത്രിയിൽ ഈ സ്ഥലങ്ങൾ. ഭയങ്കര മാറ്റമാണ്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാനും അറിയാമെന്ന് പറഞ്ഞ് വന്ന സ്ഥലമെന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഒന്ന് കണ്ടൊന്ന് ഇതായി വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇങ്ങനൊരു സ്ഥലമാണെന്ന്. അപ്പോൾ ഇവിടേക്ക് വരാൻ നേരത്ത് ഒരു സലൂൺ ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷവർമ്മ കട 2 ഓപ്പണാണ്. ഈ സാധനമൊക്കെ തീരാറായി. ഇതാണ് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ ഏകദേശം തീർന്നു. അത് മലയാളികളുടെ ഷോപ്പാണ്.
ഷവർമ, ജ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും. രാത്രി ഓപ്പണാണ്. സമയം ഇപ്പോൾ രാത്രിയിൽ കറക്റ്റ് 1:30 ഓക്കെ, നമുക്ക് ഒരു മെയിൻ റോഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകാം. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ബിൽഡിങ്ങിലെല്ലാം ആൾക്കാർ താമസമുണ്ട്. ഓരോ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ശരിക്കും ഇവർ മാത്രം താമസിക്കുന്ന ഏരിയയാണ്. അതായത് ബഹ്റൈനികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അതാണ് രാത്രിയിൽ നമ്മൾ കാണിക്കുന്നത് നിങ്ങളെ. എല്ലാവരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് നേരെ നമ്മൾ ഹൈവേയിലേക്കാണ് ഈ റോഡ് ചെന്നിറങ്ങുന്നത്. ഹൈവേയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, വണ്ടിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 400 മീറ്ററോളം നടക്കാനുണ്ട്. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. ആ കാറിൽ പോയത് മലയാളിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വ്ലോഗ് ചെയ്തുകൊണ്ട് പോകുന്നത് അവൻ നോക്കിക്കൊണ്ട് പോകണം. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയ റോഡ് ഇത് തന്നെയാണ്. ആ സ്ത്രീ വീണ്ടും കൂടി ഇരിപ്പുണ്ട്. അവർ പോയിട്ടില്ല. അങ്ങനെ വീണ്ടും നടന്ന് നമ്മൾ മുന്നോട്ട് പോവാണ്. പേളിംഗ് പാത്ത് കാർ പാർക്ക്. മുന്നേ പറഞ്ഞ പോലത്തെ വേറൊരു പാർക്കിംഗ് ഏരിയയാണിത്. അങ്ങനെ നമ്മൾ മെയിനായിട്ടുള്ള ഹൈവേ അടുത്തെത്താറായി. മെയിനായിട്ടുള്ള ഹൈവേ എന്ന് പറയാൻ നേരത്ത് എയർപോർട്ടിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഹൈവേ ആണത്. അത് ഈ ബഹ്റൈനിലെ മെയിനായിട്ടുള്ള ഹൈവേ ആണ്. എയർപോർട്ട് വരുന്നത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മുഹറക്ക് എന്ന സ്ഥലത്താണ് എയർപോർട്ട് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് ബാക്കിലോട്ട് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ അധികം കുറച്ച് കിലോമീറ്റർ ആകത്തുള്ളൂ. പക്ഷേ സ്ട്രൈറ്റായിട്ട് പോകാനായിട്ടുള്ള റോഡില്ല. എല്ലാം കട്ട് ചെയ്താണ് പോകുന്നത്. ഇന്ന് ഒടുക്കത്തെ ചൂടടിക്കുന്നത്, അത്യാവശ്യം നല്ല ചൂടടിക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞൊരു പരുവായി. തലയൊക്കെ നല്ലതുപോലെ വിയർത്ത്, ബോഡി ഫുള്ള് വിയർത്ത് നല്ല കുതിർന്നിരിക്കുക ഡ്രസ്സെല്ലാം. ഇനി എന്തായാലും റൂമിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ചിട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ, ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഏതായാലും ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ ഹൈവേയുടെ അടുത്ത് എത്താറായി. ഇവിടെയാണ് നമുക്ക് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് വരുന്നത്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് അല്ല, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. അത് ഹൈവേ. ഇവിടെ ഒരു കോൾഡ് സ്റ്റോർ ഓപ്പൺ ആണ്. 24 hours ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 1:35 സമയം. എന്തായാലും ഹൈവേയിലോട്ട് പോവാം. ഹൈവേന്ന് ഒരു സിഗ്നലുണ്ട്. അവിടെ നമുക്ക് റൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു NBBയുടെ ഒരു ATM കൗണ്ടറുണ്ട്. ഇത് റാമിസ് സൂപ്പർ മാർക്കറ്റാണ്. എന്തായാലും ഹൈവേ എത്താറായി. അതിന് മുന്നേ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇത് നമ്മൾ ഡെയിലി നടക്കുന്ന ഒരു ഏരിയയാണ്. ഇത്രയും ഇരുട്ട് പ്രതീക്ഷിച്ചില്ല. ഈ സമയത്തും ഈ ഏരിയയിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ സൈഡിൽ ഇത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ഈ സൈഡിൽ വലത് സൈഡിൽ റാമിസ് ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല ഇരുട്ടുണ്ട് ഇവിടെ. നല്ല ഇരുട്ടെന്ന് പറയാൻ പറ്റത്തില്ല, വെട്ടം കുറവാണ്. എന്നാലും അവിടെ നിന്ന് ഇവിടെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കണക്ക് കാണാനൊക്കെ പറ്റും. ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ്, ഹലാ ക്ലബിൻ്റെ ഗ്രൗണ്ടാണിത്. മുഹറക്കിലെ ഹലാ ക്ലബ്ബ്, ഫുട്ബോൾ ക്ലബ്ബ്, ഒരു സ്പോർട്സ് ക്ലബ്ബാണ് ഇത്. റാമിസ് ഹൈപ്പർ മാർക്കറ്റാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, നല്ലതാണ് കാണാൻ വരുന്നത്. ഇത് റാമിസ് ഹൈപ്പർ മാർക്കറ്റ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മെയിനായിട്ടുള്ള ഹൈവേ പോകുന്നത്. അതിനിപ്പുറത്ത് തന്നെ ഇത് നെസ്റ്റോ. 2 ഹൈപ്പർ മാർക്കറ്റുകളും അടുത്താണ് വരുന്നത്. ഈ ഏരിയയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജ്വല്ലറി ഷോപ്പുകളുണ്ട്. ആ ഏരിയയിൽ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളതാണ്. നേരെ കാണുന്നതാണ് മുഹറക്കിലെ ഹല ക്ലബ്ബ്. ഈ ഏരിയയിൽ ഫുള്ള് ജ്വല്ലറിയാണേ. ഒരു 10-13 ജ്വല്ലറി ഉണ്ടാവും. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് ബഹ്റൈനിൽ നിന്നൊക്കെ പോകുന്ന സമയത്തൊക്കെ, നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നൊസ്റ്റാൾജിയായിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണാം. ഇവിടേക്കാണ് വർക്ക് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാം. ഒരു 10-13 ജ്വല്ലറി ഷോപ്പുണ്ട്. നേരെ കാണുന്നത് സ്പോർട്സ് ക്ലബ്ബാണ്, ഹല ക്ലബ്ബാണ്. എൻ്റെ ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ആ വണ്ടി പാസ് ചെയ്ത് പോയി. അവിടുന്ന് ഇവിടം വരെ നമുക്ക് ജ്വല്ലറി ഷോപ്പുകളാണ്, ഫുള്ള് ജ്വല്ലറി ഷോപ്പുകളാണ്. അവിടെ നേരെ ആണെങ്കിൽ നമുക്ക് ഹല ക്ലബ്ബ് വരും. തൊട്ടപ്പുറത്തോട് ചേർന്ന് പള്ളിയുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേ കൂടെ തന്നെ ഹൈവേയിൽ ഇറങ്ങാവുന്നൊരു ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അതിലേ കൂടെ ഹൈവേ ഇറങ്ങാം, അല്ലെങ്കിൽ തിരിച്ച് പോയിട്ട് ഹൈവേയിൽ ഇറങ്ങാം. അപ്പോൾ എന്തായാലും തിരിച്ച് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഹൈവേ ഇറങ്ങാം. ഏകദേശം ഇറങ്ങിയിട്ട് അരമണിക്കൂർ കൂടുതലായി. ഏകദേശം 1 മണിക്കൂറോളമാണ് നമ്മൾ നടക്കുന്നത്. 1 മണിക്കൂറോളം ഈ ഏരിയ ചുറ്റി കാണിക്കുന്നുണ്ടേ. മാക്സിമം ലെങ്ത് കട്ട് ചെയ്തിട്ട് വീഡിയോ കുറച്ച് ലെങ്താക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം.